നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എന്ത് പുച്ഛിക്കാൻ? അതും ലോകം മൊത്തം അറിയപ്പെടുന്ന ഒരു മാന്ത്രിക പണ്ഡിതനെ. പുച്ഛിച്ച് തന്നെയാ ഭാവനയും വെച്ച് അവർ സംസാരിച്ചത്. അറിയാലോ രണ്ടിന്റെ സ്വഭാവം. അതിനെ നമ്മൾ നേരിടേണ്ട എങ്ങനെ? നമുക്കേ നമ്മുടെ ജ്യോതിശാലയത്തിന് ഉദ്ഘാടനം ഒരു ഉത്സവം പോലെ അങ്ങ് ആഘോഷിക്കണം. അത് കൊള്ളാം. ആന, അമ്പാരി, ചെണ്ടമേളം ഒക്കെ വേണം. ആന വേണ്ട മുത്തശ്ശി. അതിന്റെ പേരിൽ വല്ല കേസോ കൂട്ടോ ഒക്കെ വന്ന പ്രശ്നമാവുന്നേ. ഓ അത് ശരിയാ. നമുക്ക് ബാക്കി സെറ്റപ്പ് ഒക്കെ റെഡിയാക്കാം. ചിങ്കാരി മേളവും ഗാനമേളവും വെച്ച് അങ്ങ് തകർക്കാം. എങ്കിലേ നാടറിയത്തുള്ളൂ. പിന്നെ നമ്മൾ ഈ പുതുവർഷം പ്രമാണിച്ച് കുറച്ച് ഓഫറുകൾ അങ്ങ് വാരി വിതരണം. ഓഫറുകളോ? ഓഫറുകൾ ഈ പുതുവർഷം നിങ്ങൾക്ക് എങ്ങനെ അനുകൂലമാക്കാം? ഭാഗ്യദേവത നിങ്ങളെ തേടി വരുമോ? ലോട്ടറി അടിക്കാനുള്ള യോഗം ഉണ്ടോ? ശത്രുദോഷം എങ്ങനെ മാറ്റാം? അങ്ങനെ കുറെ ചോദ്യങ്ങൾ അങ്ങ് എറിഞ്ഞു കൊടുക്കും. ആളുകൾ അതൊക്കെ വായിച്ചും കണ്ടും ഇങ്ങനെ ആശയക്കുഴപ്പത്തിൽ പെട്ടിരിക്കുമ്പോഴാണ് അടുത്ത പിടി പൊട്ടിക്കുന്നത്. എല്ലാ പ്രശ്നങ്ങൾക്കുള്ള ഉത്തരവുമായി ബ്രഹ്മശ്രീ സോമൻ 21ാം നൂറ്റാണ്ടിന്റെ അവതാര പിറവി. ആളുകളുടെ തള്ളിക്കയറ്റമായിരിക്കും. നടക്കുവോ ശരത്തു? പിന്നെ നടക്കാതെ എന്റെ അച്ചച്ച ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ വിൽപ്പന മൂലമുള്ള 2 കാര്യങ്ങളേ ഉള്ളൂ. അതെന്നതാ? ഒന്ന് ഈ പറയുന്ന ജ്യോതിഷം, 2 വൈദ്യം. ആളുകൾക്കെല്ലാം ആദിയാണെന്നേ. അസുഖത്തെ കുറിച്ചുള്ള ആദി, ഭാവി എന്താവും ഓർത്തുള്ള ആദി, മക്കളെ കുറിച്ചുള്ള ആദി, അങ്ങനെ തൊട്ടനും പിടിച്ചനും എല്ലാ ആദി. ഇതിനെ നമ്മൾ മുതലെടുക്കണം. മുതലെടുക്കാനൊക്കെ എനിക്കറിയാം. അച്ഛനത് അറിയാമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പോ നമ്മളത് മുതലെടുത്ത് ഒരു മുതലേ മാറണം. നല്ല 1ാം തരം ഇരപിടിയ മുതല. അത് കൊള്ളാം. പക്ഷെ സോമ, എന്താ വലിയ? അതെ, കുറച്ച് പ്രശസ്തരെ കൊണ്ട് നമുക്ക് പറയിക്കണം ബ്രഹ്മശ്രീ സോമൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ അച്ചട്ടാണെന്ന്. അതൊക്കെ ഞാൻ ഏറ്റു. ഒരുമാതിരിപ്പെട്ട പ്രശസ്തരായവരുടെ എല്ലാം ബയോഡാറ്റ എന്റെ കയ്യിലുണ്ട്. അപ്പൊ നേരത്തെ ഇതൊക്കെ പഠിച്ചു വെച്ചിട്ടാണോ പ്രവചിക്കുന്നത്? അങ്ങനെയല്ല, അവരുമായിട്ടൊക്കെ ഒരു കണക്ഷൻ എനിക്ക് ഉണ്ടല്ലോ. ഞാൻ അതാ പറഞ്ഞത്. വേറെയും ചില കാര്യങ്ങളുണ്ട്. സോമനച്ചിനിങ്ങി വന്നേ. എന്താ? പറയാം, വന്നേ. നമ്മൾ മാത്രം അറിയേണ്ട കാര്യം. ഇങ്ങോട്ട് വാ. അച്ഛനിക്ക് വന്നേ, ഇങ്ങ വന്നേ, പറയട്ടെ. ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ അച്ഛൻ അതേപോലെ വർക്കൗട്ട് ആക്കി എടുത്താ നമ്മുടെ 2ന്റെ അക്കൗണ്ടിൽ കാശ് വന്ന് കുമിഞ്ഞു പോകും. അത് പിന്നെ പറയാനുണ്ടോ? ചരത്തുമും പറഞ്ഞു തന്നതുപോലെ അല്ലയോ ഞാൻ ആ വക്കീലിന്റെ പെങ്ങന്മാരോട് സംസാരിച്ചത്. അത് ശരിയാ. 1ാം ഘട്ടം അച്ഛൻ വിജയിച്ചു. ഇനി ഞാൻ അന്ന് പറഞ്ഞ പൂജയില്ലേ, സ്വർണ്ണാഭരണ പൂജ, അത് അവരിൽ നിന്ന് തുടങ്ങണം. ഏറ്റിരിക്കുന്നു. പക്ഷേ അവരുടെ തന്ത പട്ടാളവാ, കോഞ്ഞ പുള്ളിയോ. അതുകൊണ്ട് ചെവി അറിയാതെ വേണം അങ്ങനെ ചെയ്യാൻ. ഇല്ലെങ്കിലേ ഈയക്കട്ട വന്ന് തലേ കയറും. വെടിയുണ്ട. അതൊക്കെ ഭംഗിയായിട്ട് ഈ സോമൻ അച്ഛൻ ചെയ്തോളാം. ചരത്തുമോൻ അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റപ്പ് ചെയ്ത് തന്നാ മതി. പിന്നെ ഈ സ്വർണം മാത്രം ഇരട്ടിപ്പിച്ചാ പോരാ, നോട്ടും ഇരട്ടിപ്പിക്കണം. അതിന്റെ കൂടെ നമുക്ക് ഈ യന്ത്ര കച്ചവടം തുടങ്ങണം. യന്ത്ര കച്ചവടമൊക്കെ എനിക്ക് നേരത്തെ ഉണ്ട്. വശീകരണ യന്ത്രം, വദനമോഹിനി യന്ത്രം, അനാകർഷണ യന്ത്രം, അങ്ങനെ ഒരുപാട് യന്ത്രങ്ങളുണ്ട്. ഏറ്റവും കൂടുതൽ യന്ത്രങ്ങൾ വെക്കുന്ന ജ്യോതിശാലയം നമ്മുടേതായിരിക്കണം. ഇന്നത്തെ കാലത്തെ അത് നല്ലൊരു ബിസിനസ്സാണ്. യന്ത്രം ഒന്നിന് ഒരു 10-15 രൂപ ചാർജ് ചെയ്താൽ മതി. ചെയ്യാം.
ആ ഇതൊക്കെ നേരാവണ്ണം ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. ഞാനും നേരാമണ്ണം തന്നെയാ ചെയ്യുന്നത്. അതെനിക്കറിയാം. ഞാൻ സോമൻ അച്ചച്ചനെ സംശയിച്ച് പറഞ്ഞല്ല. ജ്യോതിഷം ഒരു ശാസ്ത്രം, അത് സത്യമാ. അതുകൊണ്ട് നമ്മളെല്ലാം നോക്കിയും കണ്ടും ചെയ്യുന്നത് നല്ലതാ. അല്ല, അച്ചച്ചൻ ശ്രീലങ്ക പോയിട്ടുണ്ടോ? ശ്രീലങ്കയാ? എന്തിന്? എന്നിട്ട് ഒരു ദിവസം ഇവിടുന്ന് വാച അടിക്കുന്നുണ്ടല്ലോ, വേലിപ്പിള്ള പ്രഭാകരനായിട്ട് വലിയ ബന്ധമായിരുന്നെന്ന്. ഓ, ആ ശ്രീലങ്ക. ആകെ ഒരു ശ്രീലങ്കയേ ഉള്ളൂ. ബ്ലാക്ക് മാജിക്കളുടെ ഒരു കേന്ദ്രമാണെന്ന് കേട്ടിട്ടുണ്ട്. അവിടുന്ന് കുറച്ച് ടെക്നിക്കുകള് ഞാൻ കണ്ടുപിടിച്ചുതരാം. കുറച്ച് സയൻസ് കൂടെ നമുക്കിതിൽ മിക്സ് ചെയ്യാം. വായുവിൽ നിന്ന് ആപ്പിൾ എടുക്കുക, വായുവിൽ നിന്നും ഭസ്മം എടുക്കുക, ഇതൊക്കെ മാജിക്കുകളാ. സോമൻ അച്ചച്ചനെ ഞാൻ പഠിപ്പിച്ചുതരാം. പക്ഷേ ചില കാര്യങ്ങളില് സോമൻ അച്ചച്ചൻ എന്റെ കൂടെ നിൽക്കണം. ഇവിടെ ആരും ഒന്നും അറിയരുത്, നിത്യ പോലും. അതെന്താ ശരത്ത് മോനെ, ആരും അറിയാത്ത ഇടപാട്? അതൊക്കെ വഴിയേ പറയാം. എന്തായാലും സോമൻ അച്ചച്ചന് ദോഷം വരുന്നൊന്നുമല്ല. എന്നാ പിന്നെ കാറടി. വാമിനി അറിയണ്ടല്ലേ? വേണ്ട. പിന്നെ ശരത്തിന്റെ മനസ്സിൽ എന്താണെന്ന് അറിയാൻ സോമൻ അച്ചച്ചൻ ശംഖ് കറക്കൊന്നും വേണ്ട. കാരണം ഒരു ശംഖിനും ചെന്നെത്താൻ കഴിയാത്തത്ര ആഴമുള്ള കടൽപ്പരപ്പാ ഈ ശരത്തിന്റെ മനസ്സ്. കട്ടയ്ക്ക് കൂടെ നിന്നാ മതി. നിന്നിരിക്കും. ആ, ഞാൻ പറഞ്ഞ ദിവസം തന്നെ പലിശ കൊടുക്കുമല്ലോ. അല്ലെങ്കിൽ തന്നെ ഇത്ര പറയാൻ എന്താ? ആധാരം അവിടെ ഇരിപ്പില്ലേ? ശരത്തേട്ടാ, ആ, ഞാൻ തിരിച്ചു വിളിക്കാം. എന്താ നിത്യകുട്ടി? അല്ല, പലിശയുടെ ആധാരത്തിന്റെയും കാര്യം ശരത്തേട്ട ഫോണിലൂടെ പറയുന്നത് കേട്ടല്ലോ. ആ, എന്താ അത്? അത് പിന്നെ നമ്മുടെ വില്ലേൽ ആൾക്കാരെ വിളിച്ചത്. അതിന്റെ ആധാരം അവരുടെ കയ്യിലല്ലേ. ബാക്കി പൈസ അടച്ചാലേ നമ്മുടെ കയ്യിലോട്ട് തരൂ. അതിന് നമ്മള് പലിശ കൊടുക്കുന്ന എന്തിനാ? അപ്പൊ ലോൺ എടുത്ത് കാര്യങ്ങൾ ചെയ്യുമ്പോ പിന്നെ പലിശ കൊടുക്കണ്ടേ? നീ ഇങ്ങനെ ഒരു പൊട്ടി. ഓ, അതായിരുന്നോ? ഇടയ്ക്കേ ഭാമിനി അമ്മച്ചി ചോദിച്ചായിരുന്നു വില്ലയുടെ കാര്യം, പണി എന്തായെന്നൊക്കെ. ഭാമിനി അമ്മച്ചിക്ക് എന്താ നമ്മുടെ വില്ലയുടെ കാര്യത്തിൽ ഉൾക്കണ്ട? അതല്ല ശരത്തേട്ടാ, സത്യം പറഞ്ഞ ഭാമിനി അമ്മച്ചിക്ക് മുത്തശ്ശിയുടെ പേരിലുള്ള ആ സ്ഥലത്തിന്റെ മേലൊരു കണ്ണുണ്ട്. ഓ, അങ്ങനെ ഒരു കണ്ണുണ്ടെന്ന് എന്റെ കണ്ണുകൊണ്ട് മുന്നേ കുട്ടി കണ്ടതാ. കാര്യം നമുക്ക് ഉപകാരമുള്ളവരാ ഭാമിനി അമ്മച്ചി, സോമൻ അച്ചച്ചനും ഒക്കെ.